Good morning, teacher. Morning. Good morning. ഇതില്ല രണ്ടാളൊന്നുമല്ലോ. ഇന്നത്തെ ടൈമില് ഒരു ചെറിയ മാറ്റമുണ്ട് കേട്ടോ. ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സാർ അടുത്ത ക്ലാസ്സിലായിരിക്കും കയറുക. ഓക്കെ, ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ? Medical terminology. മെഡിക്കൽ ടെർമിനോളജി. ഇതാണെന്ന് ബാക്കി ആരെയും കാണാനില്ലല്ലോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ടെർമിനോളജി എന്താണത്? ഒരു നാഷണൽ ലാംഗ്വേജ് ആണ് അല്ലെ? മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഉപയോഗിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് നമ്മൾ പറഞ്ഞു. അതായത് മെഡിക്കലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസ്, ഈ ടേംസ് ചിലപ്പോ ഫുൾ ആയിട്ടൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ചിലപ്പോ അതിന്റെ അബ്രീവിയേഷൻസ്, ചിലപ്പോ അതിനകത്ത് ചില പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ആ ആഡ് ചെയ്യുന്ന പ്രിഫിക്സിനും സഫിക്സിനും ഒക്കെ ചില മീനിങ്സ് എന്തിലുണ്ട്? നമ്മുടെ മെഡിക്കലിലുണ്ട്, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അവര് എന്തിനു വേണ്ടിയിട്ട് അവരുടെ അവിടെയുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ വർക്കേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മെഡിസിൻ എന്ന് പറയുന്നത്. തന്നെ ഒരു ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കുറെ പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളത് ഫോം ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ട്? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം ഒരു കാര്യമാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ തുടങ്ങിയത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താ പറയുക, ചില പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ പ്രിഫിക്സും സഫിക്സും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതുപോലെയുള്ള ടേംസുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ആ ലാംഗ്വേജ് അവര് പല കാര്യങ്ങളും അത് ഉപയോഗിക്കുമ്പോൾ പല എന്താ പറയാ കൺഫ്യൂഷൻസും മറ്റുമൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടേംസ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമേ പറഞ്ഞത്. പ്രിഫിക്സും സഫിക്സും. എന്താ പ്രിഫിക്സ് എന്നാ പറഞ്ഞത്? എന്താ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? Adding at the beginning of the word. The letter or letters which is added to the beginning of a root word അല്ലെ? ഒരു റൂട്ട് വേർഡിന്റെ മുമ്പില് നമ്മൾ ചേർക്കുന്ന അക്ഷരങ്ങളോ അല്ലെങ്കിൽ അക്ഷരമോ അക്ഷരങ്ങളുടെ ഒക്കെ ഒരു കൂട്ടമാണ്. വിച്ച് നോട്ട് മീനിങ് ഫുൾ. അതായത് മീനിങ് ഫുൾ ആകണം നിർബന്ധമൊന്നുമില്ല. എ എന്നോ എ ബി എന്നോ അങ്ങനെയൊക്കെ ചില ആന്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അബ്ഡോം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ചില ബയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വേർഡുകളുടെ മുമ്പിൽ, റൂട്ട് വേർഡിന്റെ മുമ്പിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അക്ഷരങ്ങളെയൊക്കെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുക. സഫിക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ആഡഡ് ടു ദ എൻഡ് ഓഫ് എ റൂട്ട് വേർഡ്. റൂട്ട് വേർഡിന്റെ അറ്റത്ത്, അതായത് ലാസ്റ്റ്, അതായത് അവസാനം നമ്മൾ ചേർക്കുന്നതാണ്. അന്നേരം നമ്മൾ ചിലപ്പോൾ ചില ലെറ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് അത് പ്രൊനൗൺസിയേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതെന്താ പറയാ ഒരു നല്ല ഒരു എന്താ പറയാ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ചില അക്ഷരങ്ങൾ മാറ്റി അതിന്റെ പുറകില് ചില അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സഫിക്സ് എന്ന് വിളിക്കാം. പിന്നെ റൂട്ട് വേർഡ് മീൻസ് ഈ സഫിക്സ് ചേർക്കുമ്പോൾ കംപ്ലീറ്റ്ലി വേർഡിന്റെ മീനിങ് തന്നെ ഓൾട്ടർ ചെയ്ത് പോകും, അതായത് മാറിപ്പോകും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അല്ലെ. പിന്നെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു റൂട്ട് നമ്മൾ എപ്പോഴും പറയാം ഒരു ചെടിക്കാണ് അല്ലെ, വേര് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെയിൻ പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ മെയിൻ പാർട്ടാണ് എന്താ പറയാ റൂട്ട്. റൂട്ട് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റിന്
ഒരു എന്താ പറയാ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്ലാന്റ് നല്ല രീതിയിൽ വളരില്ല, അല്ല നല്ല രീതിയിൽ അതിന്റെ ഫ്രൂട്ട്സ് കിട്ടില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ ഫ്ലവേഴ്സ് കിട്ടില്ല, അങ്ങനെയൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ റൂട്ടാണ് നന്നായിട്ടിരിക്കേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഒരു വേർഡ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡിനെ അതിന്റെ മുമ്പിലും പറയലാണ് നമ്മൾ ചേർക്കുക. അപ്പൊ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്, അത് വിച്ച് ഇസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ വേർഡ്, ആ വേർഡ് തന്നെയാണ് അതിന്റെ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. അത്തരം വേർഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട് വേർഡ് എന്ന് വിളിക്കാം. അപ്പോ അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ച് റൂട്ട് വേർഡുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. CPR എന്ന് പറയുന്നത് EMS, അതായത് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിൽ ഉപയോഗിക്കുന്ന, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഇതാണ് CPR എന്ന് പറയുന്നത്. എന്തായിരുന്നു അത്? എന്താ CPR എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താ പറഞ്ഞത് നമ്മള്? കാർഡിയോപൾമിനറി റെസിസ്റ്റേഷൻ അല്ലെ. റെസിസ്റ്റേഷൻ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് CPR ആണ്. അതെങ്ങനെ കൊടുക്കാന്നൊക്കെ നമ്മൾ അതിനോട് അവിടെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ബൈ എക്സിക്യൂട്ടിംഗ് CPR we introduce air into the lungs and circulate blood by pressing the heart to revive the patient. പേഷ്യന്റിന്റെ ശ്വാസഗതി നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹാർട്ടിന്റെ അവിടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തു കൊടുക്കുക. അതായത് ഇവിടെ ഇതിന്റെ താഴെയുള്ള പൊസിഷനിലായിരിക്കും, അതായത് ഇതുകൂടി തമ്മിൽ യോജിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ കൈ ഇതിങ്ങനെ, ഈ ഒരു ഭാഗമാണ് പാം ഭാഗമാണ് പ്രസ് ചെയ്യുന്നു. അതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു കൈകള് കൂടി വെച്ചിട്ടാണ് കുറച്ചുകൂടി ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ടാണ്, വളയാൻ പാടില്ല, കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ആസ് വി മൂവ് അവർ ഹാൻഡ്സ്, നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ ഹാൻഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ആളുടെ എന്താ പറയാ ഇത് ഇങ്ങനെ താഴെ അറ്റം വരെ പോയിട്ട് ഇങ്ങനെ പൊങ്ങാനുള്ള ആ ഒരു സമയം കൂടി കൊടുക്കണം. ആ ഒരു രീതിയിലാണ് ബ്ലഡ് എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ആ ഒരു കിട്ടുന്ന പ്രഷറിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അറ്റാക്ക് പോലെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ആളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു കുറെ പെർസെന്റേജ് ഓഫ് ചാൻസസ് കൂടുതലാണ് എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ എന്താ വിളിക്കുക, റൂട്ട് ഓഫ് ദ വേർഡ് എന്ന് വിളിക്കുക. അപ്പൊ റൂട്ട്, പ്രിഫിക്സ്, സഫിക്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിന്റെ വല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിരുന്നോ ഈ ഭാഗത്തുനിന്ന്? ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായതല്ലേ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില്? ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂള് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ബാക്കി നിൽക്കുന്നത്. അപ്പോ ഇനി അത് പതുക്കെ ഒരു എന്താ പറയാ എടുത്തു പോയാൽ മതി. അധികം സ്പീഡിൽ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇത് തന്നിരിക്കുന്ന ഡ്യൂറേഷനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ ഇതും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അത്ര സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ മെഡിക്കൽ ടെർമിനോളജി ഇനി എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ചില ടേംസ് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോണ്. അപ്പോ അടുത്ത ഒരു ഹെഡിങ് കൂടി പറഞ്ഞിരുന്ന പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് പോലെ തന്നെ അബ്രീവിയേഷൻസ്. എന്താ അബ്രീവിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻ അല്ലെ. പോസ്റ്റ് ഓഫീസിന് PO എന്ന് പറയും നമ്മള് അല്ലെ. ഒരുപാട് എന്താ പറയാ SSLC എന്നൊക്കെ കേൾക്കില്ല, പരീക്ഷ തുടങ്ങുകയാണ് പിള്ളേർക്ക്. SSLC അതൊരു ഷോർട്ട് ഫോം ആണ്. അതുപോലെ പല വാക്കുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതിനെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഒരു കൂടുതൽ വാക്കുകളുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ ചുരുക്കി അതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് നമ്മൾ അതിനെ ഷോർട്ടാക്കി പറയുന്നതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻ എന്ന് വിളിക്കുക അല്ലെ. BSNL കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാടുണ്ട് അല്ലെ, ഇഷ്ടം പോലെ ഉണ്ട്. പല കമ്പനികളൊക്കെ അതിന്റെ പേരുകളൊക്കെ ഷോർട്ടാക്കി തന്നെയാണ് ഇടുക. അതുപോലെ തന്നെ അപ്പൊ അബ്രീവിയേഷൻസ് ആർ ദ വേർഡ്സ് വിച്ച് ആർ ഷോർട്ട് നോട്ട്സ് അല്ലെ. ഷോർട്ടൻഡ് നോട്ട്സ് ആണ്, ചെറിയ രൂപത്തിലാക്കി കൊടുക്കുന്ന, ചിലപ്പോ ഒരു എന്തെങ്കിലും ചില കൂടുതൽ ഫ്രേസുകളുള്ള, അതായത് 3-4 വാക്കുകളൊക്കെ ഒരുമിച്ച് വരുമ്പോ അതിന് ഷോർട്ടാക്കാൻ വേണ്ടി അതങ്ങനെ എപ്പോഴെപ്പോഴും നമുക്ക് അത് തന്നെ എടുത്തെടുത്ത് പറയേണ്ടി വരുമ്പോ അല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ നാബ് പറഞ്ഞു, അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഇപ്പൊ CPR പറഞ്ഞു, ഈ കാർഡിയോപൾമിനറി റിസസിറ്റേഷൻ എന്ന് ഇങ്ങനെ കുറെ പ്രാവശ്യം പറയണ്ടേ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ പ്രാവശ്യം പറയുന്ന ആൾക്കാർ കുളിക്ക് പോകും. അപ്പൊ അത് ഷോർട്ടാക്കി എന്താ പറയാ EMS, എമർജൻസി മെഡിക്കൽ സർവീസസ്, ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് ആക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എഴുതുമ്പോഴും അതുപോലെ ഇപ്പൊ ഡോക്യുമെന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ വീണ്ടും CPR-ന് ഈ കാർഡിയോപൾമിനറി റെസിസിറ്റേഷൻ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമ്പോ അത്തരം റിപ്പീറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അത് തന്നെ നമുക്ക് ഭയങ്കര ബോറടിക്കുന്ന പോലെ. അപ്പൊ അതൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഷോർട്ടൻ ആയിട്ടുള്ള നോട്ട്സുകളായിട്ട് ചെറുതാക്കിയ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അബ്രീവിയേഷൻസ് എന്ന് വിളിക്കുക. സാധാരണ ജനറലി നമ്മൾ ആ ഒരു സംഭവമൊക്കെ ഉപയോഗിക്കാറുള്ളത് തന്നെയാണ്. അബ്രീവിയേഷൻ
അബ്രിവിയേഷൻസ് ഇവിടെ ഹെൽത്ത് സയൻസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഈ അബ്രിവിയേഷൻസ് പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽസിൽ പല കാര്യങ്ങളുമായിട്ട് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെയധികം ഇവർ യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മെയിൻലി ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട്സ് ഓർ കൺഫ്യൂഷൻസ് ആൻഡ് എറേഴ്സ്. പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പല തെറ്റുകൾ വരുന്നത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവര് ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു അബ്രീവിയേഷൻ അവര് സ്വീകരിച്ചു വെച്ചേക്കണേ. ഇപ്പൊ നമ്മള് ചില ആൾക്കാർ ചിലതിനൊക്കെ അബ്രീവിയേഷൻസ് കൊടുക്കുമ്പോ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം എന്ന് വെച്ചാൽ ഇന്നത് ആയിക്കൂടെ എന്ന് ഷോർട്ട് ആക്കി എഴുതുമ്പേ. പക്ഷെ മെഡിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അങ്ങനെ കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. അല്ലാത്ത രീതിയിൽ എല്ലാ ഹോസ്പിറ്റൽസും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇതുപോലെയുള്ള അബ്രീവിയേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള പേഷ്യൻസും ഡോക്ടേഴ്സും നഴ്സുമാരും സ്റ്റാഫുമാരും ഒക്കെ എല്ലാവരും ആ ഒരു എന്തെങ്കിലും ഒരു അബ്രീവിയേഷൻ കേട്ടാൽ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കത്തുന്നത് ആ ഒരു വേർഡ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം. അത് കൺഫ്യൂഷൻസും എറേഴ്സും ഒക്കെ ഒഴിവാക്കാനായിട്ട് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ഒരെണ്ണം കേട്ടു അയ്യോ അത് ഇന്നതുമായിക്കൂടെ. ഇപ്പൊ കോമൺലി സ്പീക്കിംഗ് ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ അത് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ ഡിഫൈൻ ചെയ്യാം ആ ഒരു അബ്രീവിയേഷനെ. പക്ഷെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഹോസ്പിറ്റൽസിൽ അത്തരം അബ്രീവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി സ്റ്റാൻഡേർഡൈസ്ഡ് വൺ ആൻഡ് ഓൾസോ ആക്സെപ്റ്റഡ് ബൈ ഓൾ. എല്ലാവരും എല്ലാ ഹോസ്പിറ്റൽസും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. അപ്പൊ അവർക്ക് എല്ലാത്തിനും ഒരു എന്താ പറയാ ഓരോ ഷോർട്ട് ഫോമുകൾ ഉണ്ടായിരിക്കും. അത് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ തന്നെയാണ്. ഇനി എന്ത് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാൻ മനസ്സിലാക്കുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡോക്യുമെന്റ്സ് റിട്ടൺ ബൈ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവർ എഴുതുന്ന ഡോക്യുമെന്റുകൾ. അവരെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് പ്രൊഫഷണൽസ് ഒക്കെ എഴുതുന്ന ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് ഇപ്പൊ ഡോക്ടർ ഒരു കുറിപ്പ് എഴുതി, അപ്പൊ ഒരു മരുന്ന് എഴുതി, അപ്പൊ ചിലപ്പോൾ ചില മരുന്നുകളൊക്കെ ഭയങ്കര വലുതായിരിക്കാം, അപ്പൊ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഫോം എഴുതി. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന്റെ കാര്യം, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം അതൊക്കെ വലുതാക്കി ഇങ്ങനെയൊക്കെ എഴുതാൻ ചില അവയവങ്ങൾക്കൊക്കെ ലെങ്തി ആയിട്ടുള്ള പേരുണ്ട്. അപ്പൊ അതിന് വേണ്ടി അവർക്ക് ഷോർട്ട് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ലെറ്റേഴ്സ് ഉപയോഗിച്ച് അതിനെ അബ്രീവിയേറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർക്ക് സ്റ്റാഫ്സിനും നഴ്സുമാർക്കും ഒക്കെ പ്രൊഫഷണൽസ് എഴുതുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഇത്തരം അബ്രീവിയേഷൻസ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പൊ റിപ്പോർട്ട്സ് തയ്യാറാക്കും. അപ്പൊ ഈ അബ്രീവിയേഷൻസ് നമ്മൾ ഇവര് എഴുതുന്ന ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ എഴുതുന്ന അല്ലെങ്കിൽ നഴ്സുമാർ എഴുതുന്ന റിപ്പോർട്ടിലൊക്കെ അത് സാധാരണ അവർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ അബ്രീവിയേഷൻസ് അപ്രൂവ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അത് എല്ലാവരും തന്നെ അവരുടെ ആ ഹോസ്പിറ്റലിന്റെ അധികാര പരിധിയിൽ പെട്ട ആളുകൾ എല്ലാവരും തന്നെ ആക്സെപ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ള അബ്രീവിയേഷൻസ് തന്നെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ കമന്റുകളോ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ വിടുന്ന സമയത്ത് അവര് കുറെ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ വലിയ വേർഡുകളൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ അതിനൊക്കെ ഷോർട്ടാക്കി പല അക്ഷരങ്ങൾ ചേർത്തിട്ടൊക്കെ ചിലപ്പോൾ ആദ്യത്തെ അക്ഷരമായിരിക്കും ചിലപ്പോൾ ചെറുതാക്കും. പക്ഷെ അതൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫോംസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ സൗകര്യത്തിൽ അവർക്ക് അത് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്ന ആൾക്കും എന്താ പറയാ കൊടുക്കുന്ന ആൾക്കും ആ ഒരു കമന്റ് വായിച്ചാൽ അല്ലെങ്കിൽ മെസ്സേജ് വായിച്ചാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകുമായിരിക്കും. അവരിപ്പോ സാധാരണഗതിയിൽ അവരുടെ ഭാഷ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ അവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് എളുപ്പം മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ ഇതെന്താ അത് നമുക്ക് മനസ്സിലായില്ല, കാരണം അത് അവരുടെ ലാംഗ്വേജ് ആണ്. അവരുടെ ലാംഗ്വേജ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേസമയം ഹെൽത്ത് സയൻസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ each and every abbreviation form should be standardized one and should be accepted within the jurisdiction of that particular area. അവരുടെ ഹോസ്പിറ്റലിന്റെ അധികാര പരിധിയിൽ പെട്ട ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നതും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതും എല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള രീതിയിലാണ് അവിടെ ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് എല്ലാം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അബ്രീവിയേഷൻ പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതും ആയിരിക്കണം വേൾഡ് വൈഡ് ആയിട്ട്. ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണല്ലോ മെഡിക്കൽ ടെർമിനോളജി. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലില് ഇപ്പൊ ഇവിടെ കേരളത്തിലെ ഒരു നഴ്സ് ഇരുന്നിട്ട് അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത ഒരു അബ്രീവിയേഷൻ കണ്ടു കഴിഞ്ഞപ്പോ അത് വേറെ രാജ്യത്തെ ഏതറ്റത്ത് പോയാലും ആ ഒരു രീതിയിൽ തന്നെ അത് എന്താ പറയാ അബ്രീവിയേഷൻസ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് പ്രത്യേകതകൾ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അബ്രീവിയേഷൻസ് ഉപയോഗിക്കുക. ഇനി ചില നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് എന്താ പറയാ അബ്രീവിയേഷൻസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അബ്രീവിയേഷൻസ്. ഈ അബ്രീവിയേഷൻസ് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതുണ്ട്, സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ എ കഴിഞ്ഞിട്ട് ഇത് തുടക്കം തന്നെ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു വേർഡ് റൂട്ട് വേർഡിന്റെ ഒപ്പം മുൻപിൽ ഒരു എ, വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ് എന്നൊക്കെ അതിനെ സൂചിപ്പിക്കുന്ന മീനിങ് ആണ് കൊടുത്തേക്കണം. അബ്രീവിയേഷന്റെ ആ ഒരു പ്രിഫിക്സ് ചേർക്കുമ്പോൾ അത് എന്തിനാണ് എ കഴിഞ്ഞിട്ട് ആയിരിക്കും പിന്നെ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു വേർഡ് എഴുതുക.
അപ്പൊ വിത്തൗട്ട് എന്നൊക്കെ ആണ് മീനിങ് വരെ. ഇത് കുറച്ചുകൂടി ഇതായിട്ട് നിങ്ങളുടെ നമുക്ക് എന്താ പറയാ കുറച്ച് ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. കുറച്ചുകൂടി ഇതായിട്ട് അവര് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഓരോന്നിന്റെയും മീനിങ് ആയിട്ട്. ഇതും നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അബ്രീവിയേഷൻസ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങളൊന്ന്. ഞാൻ നോക്കട്ടെ എടുത്തായി. നോട്ടുണ്ടല്ലോ അല്ലേ കയ്യില്? ഓക്കെ. ഓക്കെ, നോക്ക് നമ്മളുടെ കയ്യില് നമുക്ക് തന്നിരിക്കുന്ന കുറച്ചുണ്ട്. നമുക്ക് അത് കൂടാതെ കുറെ ഇതിപ്പോ ഇതിന്റെ അതിനൊരു എക്സാമ്പിൾസ് അടക്കം നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതിനാണ് നമ്മള് ഗൂഗിളിൽ കുറച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയതാണ്. അതായത് നമ്മൾ അത് ഒന്നും അറിയണ്ട, പക്ഷെ എങ്കിലും അത് എങ്ങനെയാണ് അവരത് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കാണിക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, എ എന്ന് പറയുന്നത് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഏതെങ്കിലും ഒരു റൂട്ട് വേർഡിന്റെ കൂടെ ചേർക്കുമ്പോൾ അതിന് വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ് എന്ന് വെച്ചാൽ ലാക്കിങ് എന്ന് വെച്ചാൽ അഭാവം എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ഇതിന്റെ അഭാവം, ഇന്നതിന്റെ അഭാവം, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് എ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് തൊട്ട് മുന്നിൽ ചേർക്കുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ കാണണ്ടോ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? എക്സാമ്പിൾ യൂസ് ഇൻ മെഡിക്കൽ ടേംസിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണെന്ന്. ഏതാത്? അനീമിയ എന്ന് പറയുന്ന ഒരു വേർഡാണ് അവർ എക്സാമ്പിളിന് വേണ്ടി നമുക്ക് തന്നേക്കണേ. പിന്നെ അതുപോലെ ഒരുപാട് അക്ഷരങ്ങൾ എന്താ പറയാ ചേർക്കുന്ന പ്രിഫിക്സ് ആയിട്ട് വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് AB, നമ്മളുടെ ലിസ്റ്റിലുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ മീനിങ് ഏതെങ്കിലും അവിടെ വരുന്നത് ചിലതൊന്നും നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. പിന്നെ AB എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയാ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബിയോണ്ട് എന്ന് വെച്ചാൽ അവേ ഫ്രം, അതായത് അതിനപ്പുറം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇംഗ്ലീഷ് വേർഡ് മീനിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ബിയോണ്ട് എന്നാണ്, അതിനപ്പുറം എന്നൊക്കെയാണ്. അബ്ഡക്റ്റർ ആണ് അതിന്റെ ഒരു മീനിങ് എന്താ പറയാ എക്സാമ്പിൾ ആയിട്ട് അവര് കൊടുത്തേക്കണേ. അബ്ഡക്റ്റർ അത് എവിടെയാന്നാ വരിക? ഇതില്ലേ ഇപ്പൊ നമ്മളുടെ ഈ ഗൂഗിളിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവരത് ഉപയോഗിച്ചേക്കണേ.
അതായത് ബോഡി പാർട്സിനെ സൂചിപ്പിക്കുന്ന എന്താ പറയാ പ്രിഫിക്സുകൾ ചേർക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടേമിന് ഉപയോഗിക്കുന്ന ബോഡി എന്താ പറയാ പ്രിഫിക്സ് എങ്ങനെയാണ്, ചില അസുഖങ്ങളുടേതിന് എങ്ങനെയുള്ള പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾക്കുമാണ് സെപ്പറേറ്റ്. അതാണ് നമുക്ക് ഈ ഗൂഗിളിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അതുപോലെ കളർ പ്രിഫിക്സ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കളർ പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കളറിനെ സൂചിപ്പിക്കേണ്ട. ഇപ്പൊ ഗ്രീൻ കളർ നോക്കിയേ, CHLOR എന്നിട്ടൊരു സ്ലാഷ് ആണ് ഓ. നമ്മളുടെ തന്നിരിക്കുന്നതിലെ ചിലയിടത്തൊക്കെ ബ്രാക്കറ്റ് പോലെ കാണേണ്ടത് നോക്കി നിങ്ങള്. ADEN അല്ലെ, റെഫറിങ് ടു എ ഗ്ലാൻഡ്, ഗ്ലാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആണ്, അതിനെ സൂചിപ്പിക്കാനാണ് ADEN എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർക്കണേ. ADEN കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് അല്ല കേട്ടോ, അത് ബ്രാക്കറ്റ് O അല്ല, ഒരു സ്ലാഷ് O ആണ്. അത് പ്രിന്റ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. എല്ലാത്തിലും സ്ലാഷ് ആണ് കേട്ടോ, അത് O അല്ല ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അപ്പൊ അത് ഓർക്കുക. പിന്നെ അബ്ഡോമൻ, അബ്ഡോമൻ നമുക്കറിയാലോ അല്ലെ, സ്റ്റോമക് ആണ്, സ്റ്റോമക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ കളറ്, ബോഡി പാർട്ട്, രോഗങ്ങള്, ട്രീറ്റ്മെന്റുകളും ഓരോന്നിനും ഓരോ പ്രത്യേക രീതിയിലുള്ള അബ്രിവിയേഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ പ്രിഫിക്സുകള്, കളറിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ഇതേ നോക്കിയേ. ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് ഷേപ്പ്, നമ്മളുടെ ശരീരത്തിന്റെ ഘടന, ഷേപ്പ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ CRY, അതായത് CRY പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് O കൊടുത്തേക്കാണ്. അത് കോൾഡ് എന്ന് പറയുന്ന ക്രയോതെറാപ്പി എന്ന് പറയുന്നതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേം എന്ന് പറയുന്നത്. മെഡിക്കൽ ടേം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് ക്രയോതെറാപ്പി ആണ്. അതിന്റെ മീനിങ് കോൾഡ് എന്നാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ പ്രിഫിക്സുകൾ ഉണ്ട്. പിന്നെ ഡിറക്ഷൻസ് ആൻഡ് പൊസിഷൻ, ഏതെങ്കിലും ഒരു വശത്തേക്ക് അതിന്റെ പൊസിഷൻ കാണിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ഡയറക്ഷൻ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനും ഉണ്ട് ABS, അതും away from, അബഡക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ എന്താണ് AD ചേർക്കുകയാണെങ്കിൽ, പ്രിഫിക്സ് ആയിട്ട് ചേർക്കുകയാണെങ്കിൽ ടുവേർഡ്സ്, അഡക്ടർ എന്ന് പറയും. അങ്ങനെ ഒരുപാട് എന്താ പറയാ ഡിറക്ഷൻസിനെ സൂചിപ്പിക്കുന്ന അബ്രിവിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിൽ നോക്കാം. ബൈ, ഇപ്പൊ നമ്മൾ ബയോളജി എന്നൊക്കെ കേൾക്കുമല്ലേ, ബൈ മീൻസ് 2 എന്നാണ് അർത്ഥം, 2. അപ്പൊ ബൈ അതിന്റെ മീനിങ് 2 എന്നാണ്. ബൈസെപ്സ് അല്ലെ, ബൈസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ അവർ ഉപയോഗിക്കുന്ന ചില എന്താ പറയാ ക്വാണ്ടിറ്റി ആണ് ബൈസെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും അളവിനെ സൂചിപ്പിക്കാനായിരിക്കും അവർ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബ്രാഡി, BRADY, അത് സ്ലോ എന്ന് മീനിങ് വരുന്നതാണ്. ബ്രാഡി കാർഡിയ എന്നാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേം എന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ കുറെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടേത് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. കാണുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തൊക്കെ കൺസെപ്റ്റുകളാണ്? ഏറ്റവും ആദ്യം പറഞ്ഞ കൺസെപ്റ്റില് ബോഡി പാർട്സ്, നമ്മൾ ഫിസിക്കൽ ഇത് പറഞ്ഞു. അതിനു മുമ്പ് ഏറ്റവും ആദ്യം കാണിച്ചത് ഇപ്പൊ നമുക്ക് ഇവിടെ അത് എന്താ പറയാ ക്ലാസിഫൈ ചെയ്താണ് തന്നേക്കണം. നമുക്ക് തന്നേക്കണമെങ്കിൽ അങ്ങനെ ബോഡി പാർട്ട് ആണോ, ക്വാണ്ടിറ്റി ആണോ, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും കളറിനെ സൂചിപ്പിക്കുന്നതാണോ, അതൊന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടില്ല. നമുക്ക് സാധാരണയായിട്ട് കോമൺ ആയിട്ട് വരുന്നതൊക്കെയാണ് ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് തന്നേക്കാണ്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്ന അബ്രിവിയേഷൻസ് ആണ്. ഇത് ഫുള്ളായിട്ട് നമ്മള് എന്താ പറയാ കുറച്ചൊക്കെ നമ്മള് മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിന്റെ മീനിങ് അറിയാവുന്നത് കുറച്ചൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് കേൾക്കുന്നത്, പതിവായിട്ട് എവിടെയെങ്കിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒക്കെ ഇത്രയും ഇനിയുള്ള പേജുകൾ മുഴുവൻ തന്നെ നമുക്ക് ഇങ്ങനത്തെ തന്നെയാണ്. അപ്പൊ അറിയാലോ, നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലതിനൊക്കെ നമുക്ക് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുറെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതി അവർ പറയുന്നുണ്ട്. കോമൺ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അല്ലാതെ ഇതെല്ലാം നമ്മളെ കൊണ്ട് പഠിച്ചു വെക്കാൻ നടക്കുന്ന കാര്യമല്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നമുക്ക് എന്താ പറയാ കോമൺ പ്രാക്ടീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില അബ്രിവിയേഷൻസ് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പിന്നെ പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്താ പറയാ സെയിം പ്രിഫിക്സ് വരുന്നതില്ലേ, സെയിം പ്രിഫിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നിങ്ങളൊന്ന് കുറച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ ടേംസിന്റെ എക്സാമ്പിൾസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ മെഡിക്കൽ ടേംസ് ഒക്കെ ഫുള്ളായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മളത് നിത്യമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നതുമായി നമുക്കതിനെ കമ്പയർ ചെയ്ത് പഠിക്കാനേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഇതിനകത്തേക്കുള്ളത് നോക്കി എഴുതി എന്താ പറയാ പഠിച്ചാൽ മതി. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഏതെങ്കിലും ഒക്കെ പോകെ നിങ്ങൾക്ക് കുറേശ്ശെ എടുത്തിട്ടൊക്കെ കോമൺ ആയിട്ട് തോന്നുന്നെന്ന് മനസ്സിലാകുന്നത് എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്ത് പഠിക്കാം. അല്ലാത്തത് വിട്ടേക്ക്. നിങ്ങൾ ഇവിടെ ഉള്ളത് നമുക്ക് തന്നേക്കുന്ന നോട്ടിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി.
ഓക്കെ. അപ്പൊ നോക്കിയേ, ആദ്യത്തെ പേജിൽ എന്തൊക്കെയാണ് വന്നേക്കണേ? ആദ്യത്തെ പേജിലുള്ള അബ്രീവിയേഷൻസ് അല്ല പ്രിഫിക്സ് എന്തൊക്കെയാണ്? എ എന്തിന്റെ മീനിങ് ആണ്? എന്റെ മീനിങ് എന്താണ്? വിത്തൗട്ട് അല്ലെങ്കിൽ വാണ്ട് ഓഫ് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്. അനീമിയ എന്ന് പറയുന്നതാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എ ബി ചേർത്ത് കഴിഞ്ഞാൽ എവേ ഫ്രം അല്ലെങ്കിൽ ബിയോണ്ട് എന്ന് പറയുന്ന മീനിങ് ആണ്. അബ്ഡക്റ്റർ ആണ് അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. അബ്ഡോമൻ നമ്മൾ കുറച്ചൊക്കെ പതിവായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അബ്ഡോമനിൽ എന്താ പറയാ, ഇതിങ്ങനെ ഫാറ്റ് വരുമ്പോ അതിങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അത് ഒരു വാക്ക് തന്നെയാണ്, കേൾക്കുന്ന പരിചയമുള്ള വാക്ക് തന്നെയാണ്. സ്റ്റോമക്ക് തന്നെയാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. പിന്നെ ACR എന്താ പറയാ /O ആണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പെർട്ടൈനിങ് ടു ആൻ സിവിയറിറ്റി, അതായത് ഭയങ്കര തീവ്രമായത്, തീവ്രതയേറിയത്, എക്സ്ട്രീം പൊസിഷനിൽ വരുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഭയങ്കര ഏറ്റവും അറ്റത്താണെന്നൊക്കെ പറയില്ലേ, ACR ആണെന്നൊക്കെ പറയാം. ACR അക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭയങ്കര സിവിയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്ട്രീം ലിമിറ്റിലുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ AD ടു ഇൻ ദ ഡിറക്ഷൻ ഓഫ് എന്നൊക്കെയാണ്, അതായത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിലേക്ക് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മീനിങ് വരുന്ന കാര്യമാണ് AD എന്ന് പറയുന്നത്. ADEN പിന്നെ എന്തിന്റെ സ്ലാഷ് ഇട്ട് കൊടുത്തതിന്റെ റെഫറിങ് ടു ഒരു ഗ്ലാൻഡ് ആണ്, ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടതാണ്. അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ADENOID. കുറച്ച് കോമൺ ആയിട്ടുള്ളത് ഞാൻ എഴുതി തരാം, അത് നിങ്ങളൊന്ന് അവിടെ നോക്കി എഴുതിയെടുത്താലും മതി. അടുത്തത് ആൻ വിത്തൗട്ട്, AN ആൻ വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്. സെയിം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ സെയിം പ്രിഫിക്സുകൾ വരുന്നത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. പ്രിഫിക്സ് അല്ലാതെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ നടക്കൂല, കാര്യമില്ല. അപ്പൊ സെയിം ആയിട്ട് മീനിങ് വരുന്ന പ്രിഫിക്സുകൾ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പൊ A എന്ന് പറയുന്നത് വിത്തൗട്ടും ഫോർ വാണ്ട് ഓഫും തന്നെയാണ്. അതുപോലെ തന്നെയാണ് വേറൊരു വന്നേക്കണേ ആൻ എന്ന് പറയുന്നത്, അതും വിത്തൗട്ടും ഫോർ വാണ്ട് ഓഫും ആണ്. പിന്നെ ANA ആന, അപ്പ് ബാക്ക് വൺ മോർ ടൈം എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട് കേട്ടോ. അപ്പ് ബാക്ക് വൺ മോർ ടൈം, ഒരിക്കൽ കൂടി, ബാക്ക് വീണ്ടും, അപ്പ് മുകളിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് ആൻജിയോ, ANGIO വെസൽ ആണ്, ബ്ലഡ് വെസലിനെ സൂചിപ്പിക്കുന്നതാണ്. അത് കൂടുതലായിട്ടും അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി ആണ് കേട്ടോ, ആൻജിയോപ്ലാസ്റ്റി ആണ്. അപ്പൊ ബ്ലഡ് വെസലിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിന് പ്രിഫിക്സ് ചേർക്കുന്നത് ആൻജിയോ എന്ന വേർഡ് മുമ്പിൽ ചേർത്തിട്ടാണ്. ആൻറ്റെ, ENANTE ആൻറ്റെ എന്ന് വെച്ചാൽ എന്താ? പ്രയോർ ടു, ഫോർവേഡ്, മുൻഗണന എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആന്റിനൈറ്റൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കണേ. ആന്റിനൈറ്റൽ എന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നത് ANTE. കണ്ടോ, ആന്റിനൈറ്റൽ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് മെഡിക്കൽ ടേമിൽ യൂസ് ചെയ്യുന്നത്. അവർ പറഞ്ഞേക്കുന്നത് ബിഫോർ അല്ലെങ്കിൽ ഫോർവേഡ്, പ്രയോർ ടു എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരിക. അടുത്ത ആന്റി, ANTI അഡ്വേഴ്സ് ആണ്, അല്ലെങ്കിൽ ആന്റി എന്ന് പറയില്ലേ, ഫോർവേഡ് തന്നെയാണ്. അഡ്വേഴ്സ്, ഫോർവേഡ് എന്നൊക്കെ അതിനും മീനിങ് ഉണ്ട്. ആന്റി കോളിനർജിക് ഡ്രഗ് ആണ് കേട്ടോ, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ആന്റി കോളിനർജിക് ഡ്രഗ് ആണ്, എന്തോ ഒരു ഡ്രഗിന് യൂസ് ചെയ്യുന്ന ഒരു പേരായിട്ടാണ് അവിടെ യൂസ് ചെയ്തേക്കണേ അത്. പിന്നെ എന്താണ്? ആർട്ടറി, ARTERI ആർട്ടറി, അത് ആർട്ടറിനെ തന്നെ സൂചിപ്പിക്കാനാണ്. പിന്നീട് എന്താ? ആർത്തോ, പെർട്ടൈനിങ് ടു എ ജോയിന്റ് അല്ലെ, നമ്മൾ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആർത്തോ എന്നതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ജോയിന്റ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ പെർട്ടൈനിങ് ടു എ ജോയിന്റ്. ഓട്ടോ, ഓട്ടോ മീൻസ് വൺ സെൽഫ്, ഒരു ഒറ്റയ്ക്ക്, ഒരു തന്നെത്താൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്വയമായിട്ട്. ബൈ മീൻസ് ടു ആണ്, TWO2 എന്നാണ് സൂചിപ്പിക്കുക. ബൈ കഴിഞ്ഞിട്ട് പിന്നെ ഒരു /O എന്നുണ്ടെങ്കിൽ ബയോമെഡിസിൻ, ബിലോങ്ങിങ് ടു ബയോളജി ആണ് കേട്ടോ. അത് ബയോളജി ആണ്, അതിന് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ പ്രിഫിക്സ് ആണത്. ബയോ എന്ന് പറയുന്നത് അത് ബയോളജി ആണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലാസ്റ്റ് /O ആണ്, ജേം അല്ലെങ്കിൽ സെല്ലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ്. പിന്നെ എന്താണ്? ബ്ലഫർ, ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്, ഐലിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലഫർ എന്ന് പറയുന്നത്. അത് പാർട്സ് ഓഫ് ദ ബോഡി, ഒരു ഫിസിക്കൽ ഇതാണല്ലോ, പറയാമത്.
എല്ലാം കൂടി നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വായിച്ച് പഠിക്കാൻ നോക്കണ്ടട്ടോ. നമ്മള് ധൃതി പിടിച്ച് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ പതുക്കെ 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 കുറേശ്ശായിട്ട് പഠിച്ചാൽ മതി. കാരണം അത് ഇച്ചിരി പാടുള്ളതാണ്. നമ്മള് ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമുക്ക് പഠിച്ചു തീർക്കാൻ, മറ്റുള്ള പോർഷൻസ് പഠിച്ചതുപോലെ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് കുറേശ്ശായിട്ട് പഠിച്ചാൽ മതി, ധൃതി പിടിക്കണ്ട. ശരിക്കട്ടെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ പഠിക്കാൻ പറ്റും? ഇത് എങ്ങനെയായിരിക്കും ഇത് പഠിക്കാൻ എളുപ്പം? ആർക്കെങ്കിലും അതിന്റെ എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടോ നോക്കട്ടെ. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്കപ്പ. എങ്ങനെ പഠിക്കാൻ പറ്റും ജാസ്മിൻ? ഇതുപോലെ പഠിക്കാൻ ഇതുപോലല്ലേ പഠിക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ടീച്ചർ അപ്പൊ എക്സാമിന് ഇതിന്ന് ചോദിക്കുമോ ഈ പ്രിഫിക്സ്? അതാ ഞാൻ പറഞ്ഞത്. എക്സാമിന് നമ്മൾ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ഐഡിയ ഉപയോഗിക്കാൻ പറ്റും ഇതിന്? ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കാൻ നടക്കില്ല അല്ലെ? നടക്കോ? ഇത് ചോദിക്കോ ടീച്ചർ? ഇതിന് ചോദിക്കോ? ഇതിന് അതായത് കോമൺ ആയിട്ട് നമുക്കിപ്പോ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ട് ഉള്ളത് കുറച്ചൊക്കെ ഇല്ലേ, ഇവരങ്ങനെയാ പറഞ്ഞേക്കണേ. അത് ഞാനിപ്പോ ഇതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോ മെഡിക്കൽ ടെർമിനോളജി പഠിക്കാനുള്ള ഒരു ഫുള്ളായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി പഠിക്കാനായിട്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനല്ലല്ലോ പോകുക. ഹോസ്പിറ്റലിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനാണല്ലോ. നമുക്കപ്പോ അതിന്റെ കുറെ ടേമുകളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമുകളൊക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതോ അങ്ങനെയൊന്നും നമുക്ക് അധികമായിട്ട് അറിയേണ്ട, ഭയങ്കര ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു താൽക്കാലിക ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിലൂടെ ചില കാര്യങ്ങളൊക്കെ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആദ്യത്തെ പേജിലുള്ളത് കുറച്ചൊക്കെ നമുക്ക് ഇതാക്കാം. ആന്റി എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ആന്റി അല്ലെങ്കിൽ ആർട്ടറി, പിന്നെ എന്താണ് അബ്ഡോമൻ, പിന്നെ ബയോ, ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കി വെക്കാലോ അല്ലെ? ഓരോ പേജിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്ന, മാത്രമല്ല റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഒരു അബ്രിവിയേഷൻ തന്നെ, പ്രിഫിക്സ് തന്നെ പലതിനു വേണ്ടിയിട്ട് സൂചിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അങ്ങനെ പഠിക്കാം. അങ്ങനത്തെ ഉള്ളതൊക്കെ പഠിച്ചാൽ മതി. അല്ലാത്തത് ഫുള്ളൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എക്സാം ഒക്കെ അടുക്കാറാകുമ്പോഴേക്കും അതിനെ കുറിച്ചിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് അന്നേരമൊക്കെ പറഞ്ഞെടുക്കാം കേട്ടാ. അപ്പൊ ഈ ഒരു പേജ് മാത്രം ഒന്ന് വേഗം ഒന്ന് നോക്കിയേ നിങ്ങള്. അതില് അവിടെ ചില വേർഡ്സ്, നമ്മളിപ്പോ നോട്ട് പറഞ്ഞതിൽ കുറച്ച് 2 വേർഡ്സുകൾ ഇതുണ്ട്, നോക്കിയേ നിങ്ങള്. ഇത് ഒന്നാമത്തെ വേർഡ് ഇതാണ്, ഡിസൈഫർ എന്ന വാക്ക് കേട്ടോ? DECIPHER, ഡിസൈഫർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ടു, വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡോക്യുമെന്റ്സ് ആണ് കേട്ടാ. മനസ്സിലാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഡിസൈഫർ, DECIPHER. പിന്നെ ഒരു എന്താ പറയാ, വേറെ വാക്ക് ഏതായിരുന്നു? ഫെമിലിയർ വിത്ത് ദ അപ്രൂവ്ഡ് യൂസ് ഓഫ് അബ്രിവിയേഷൻസ് ഇൻ യുവർ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അധികാര പരിധി എന്നാണ് അർത്ഥം. ആ അധികാര പരിധിയിൽ അല്ലെങ്കിൽ ആ സർവീസ് ഏരിയയിൽ എന്താ പറയാ, എല്ലാവർക്കും ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അവരെല്ലാവരും അപ്രൂവ് ചെയ്തിരിക്കുന്ന അബ്രിവിയേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് അധികാര പരിധി, ജൂറിസ്ഡിക്ഷൻ.
ടീച്ചർ ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരോ? ഏതാ അബ്രിവിയേഷൻസിന് ഹെൽപ്പ് ഡിസഫർ ഡോക്യുമെന്റ് DECIPHER. ഡെസിഫർ, അതായത് ടു മേക്ക് അണ്ടർസ്റ്റാൻഡ്, ടു മേക്ക് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. മനസ്സിലാക്കുക. അത് ചില നമ്മളുടെ ഇതിനകത്ത് കുറച്ച് വരുന്നതിന്റെ ഒക്കെ ഒന്ന് ഒരു മീനിങ്ങിന്റെ നേരെ അത് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേം ഒന്ന് എഴുതി വെക്കാമോ? കുറച്ചെണ്ണത്തിന്റെ മാത്രം, അത് അത്രയും അങ്ങനത്തെ എഴുതി തരുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഒക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. എ ഒന്ന് എഴുതിയെടുത്തേ. എന്താ അവർ എഴുതിയേക്കണോ? ദേ പ്രിഫിക്സസ് നമ്മൾ എങ്ങനെയാണ്, എ ഗുഡ് ടെക്നിക് ടു ഹാവ് വിത്ത് മെമ്മറൈസേഷൻ ഈസ് ദ ഫോളോയിങ്. ഒരു എങ്ങനെ നമുക്ക് ഇതിങ്ങനെ കുറച്ച് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും, ഈ ഒരു അബ്രിവിയേഷൻസിനെയൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. സ്റ്റാർട്ട് ബൈ റിവ്യൂയിങ് ദ മോസ്റ്റ് കോമൺ പ്രിഫിക്സസ്. കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്രിഫിക്സിൽ നിന്ന് തുടങ്ങാൻ. എ ബി അങ്ങനെയൊക്കെ കുറെ തുടങ്ങണ്ടല്ലോ. കൺസിഡർ കോമൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് ദ സെയിം പ്രിഫിക്സ്. നമ്മൾ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില അബ്രിവിയേഷൻസ് ഈ മെഡിക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അതേ അബ്രിവിയേഷൻസിന്റെ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ കമ്പയർ ദം വിത്ത് എക്സാമ്പിൾസ് ഓഫ് യൂസ് ഇൻ മെഡിക്കൽ ടേംസ്. മെഡിക്കൽ ടേംസിൽ അതിനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കമ്പയർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്നാണ് പറഞ്ഞേക്കണേ. ഒരു ഗുഡ് ടെക്നിക്ക് അങ്ങനെയാണെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ എ എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെച്ചേ. എ അനീമിയ, അതിനൊരു മെഡിക്കൽ ടേമിന് എക്സാമ്പിൾ എഴുതി വെച്ചോ. എയുടെ നേരെ നിങ്ങളുടെ നോട്ടിൽ തന്നെ എഴുതിയാൽ മതി. ആ മീനിങ്ങിന്റെ തൊട്ടപ്പുറത്ത് വിത്തൗട്ട് ഒരു വാണ്ട് ഫോർ, അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹെഡിങ് കൂടി അവിടെ വേണമെങ്കിൽ വരച്ചിട്ടോ, അത് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രിന്റഡ് നോട്ടിന്റെ അപ്പുറത്ത് ഒരു വരയും കൂടി കൊടുത്തിട്ട് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തോ. അനീമിയ, ANEMIA, അനീമിയ. അത്യാവശ്യത്തിനുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് അത് മാത്രം ഉപയോഗിച്ചിട്ടൊക്കെ പഠിക്കാം. പിന്നെ അടുത്തത് AB. ഈ എയും ANഉം ഒന്ന് തന്നെയാണ്, വിത്തൗട്ട് വാണ്ട് ഫോർ തന്നെയാണ്. എയും ANഉം രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ കാണാൻ പറ്റും നമുക്ക് തന്നേക്കുന്ന ഗ്രൂപ്പില്. ഫസ്റ്റ് വൺ ആൻഡ് ദ സെവൻത് വൺ, ഒന്നാമത്തെയും ഏഴാമത്തെയും കേട്ടാ. ഒന്നാമത്തെയും ഏഴാമത്തെ അവര് ഇവിടെ ഇങ്ങനെയാ എഴുതിയേക്കണേ. AN, എയും ANഉം കണ്ടല്ലോ. വിത്തൗട്ട് അല്ലെങ്കിൽ ലാക്കിംഗ്. അതിന് എക്സാമ്പിൾ അനീമിയ. ഓക്കെ, രണ്ടിന്റെ എക്സാമ്പിൾ ഒന്ന് തന്നെ, അനീമിയ തന്നെ. അതെ. അതാണ് ആ എക്സാമ്പിൾ അങ്ങനെ കൊടുത്തേക്കണേ. അനീമിയ എന്താന്ന് അവർ പറയുന്നുണ്ട്. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഓർ ഹീമോഗ്ലോബിൻ ഈസ് ഡെഫിഷ്യന്റ്. അതായത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ അളവ് ബ്ലഡ് സെൽസിൽ, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാകുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ വിളർച്ച രോഗം കേട്ടില്ലേ? അനീമിയ, വിളർച്ച രോഗം. അത് തന്നെ, അതാണ് അനീമിയ. അതിന്റെ മീനിങ് അടക്കം നമുക്ക് ആ സാധനത്തിൽ ഇങ്ങനെ അടിച്ചു നോക്കിയതേ കണ്ടോ. ആ അനീമിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് അത് എന്താണെന്ന് പറഞ്ഞു തരും. അതേ കണ്ടോ, അനീമിയയുടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാനും സാധിക്കും. ഓക്കെ, അടുത്തത് പിന്നെ AB കൂടി എഴുതി വെച്ചോ. AB ബിയോണ്ട് എവേ ഫ്രം എന്നാണ് ABയെ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അബ്ഡക്ടർ ആണ്. ABDUCTER. അല്ല OR ആണ്.
ABDUCTOR, അബ്ഡക്റ്റർ. ഇവര് കൊടുത്തിരിക്കുന്നത് പല എന്താ പറയാ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് കൊടുത്തേക്കണേ. AB away from abductor. Abductor എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മൂവ്സ് ദ ബോൺ away from the മിഡ് ലൈൻ കേട്ടാ. അതായത് ബോണില്ലേ നമ്മുടെ എല്ലുകൾ അതിന്റെ സ്ഥാനത്തിന് കൃത്യം നടുവിൽ നിന്നേ കുറച്ച് നീങ്ങിയൊക്കെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനെ, ആ ഒരു ഇതിനെയാണ് നമ്മൾ അബ്ഡക്ടർ എന്ന് വിളിക്കുക. സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മൂവ് ചെയ്തിരിക്കുക, നീങ്ങിയിരിക്കുക. അബ്ഡക്ടർ മൂവ്സ് ദ ബോൺ away from the middle line. അതിന്റെ മീനിങ്, അബ്ഡക്ടറിന്റെ മീനിങ്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ADEN/O. ADEN/ ആണ്, O ബ്രാക്കറ്റിലല്ല. റെഫറിങ് ടു എ ഗ്ലാൻഡ് ആണത്, ഗ്ലാൻഡിനെ സൂചിപ്പിക്കുന്നതാണ് ADEN. ഇവിടെ ക്ലാസിഫൈ ചെയ്ത് എഴുതിയൊക്കെ എന്തുകൊണ്ടല്ലേ, നമ്മളുടെ ഓർഡർ, നമുക്ക് തന്നിരിക്കുന്ന ഓർഡർ അല്ല ഇവിടെ കിടക്കുന്ന ഓർഡറേ. അതുകൊണ്ട് നമുക്ക് കുറച്ച് നോക്കി എടുക്കേണ്ടി വരും. കണ്ടല്ലോ, അതെ ഇവിടെ ADEN ഗ്ലാൻഡ് ആണ്. അതിന്റെ മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ചെയ്ത ആഡിനോയിഡ്, ADENOID എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തരം ടോൺസിലാണ്, ടോൺസിൽ, ഫാരംഗിയൽ ടോൺസൈലാണ്. മീനിങ് ഒന്നും നമുക്ക് അറിയണമെന്നില്ല. അഡ്നോയിഡ് ഗ്രന്ഥിയാണല്ലോ, ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ്. അഡ്നോയിഡ് ഗ്രന്ഥിയാണ്. ടോൺസിലൈറ്റിസ് ഒക്കെ നമ്മൾ പറയൂലേ, അതുമായിട്ട് അത്തരം എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അടുത്തത് ആൻജിയോ. ആൻജിയോ ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ളതാണല്ലോ. എഴുതിയില്ലായിരുന്നു മറ്റേത്? ടീച്ചർ. ഓക്കെ. ആൻജിയോ. അടുത്തത് ആൻജിയോ, ANGIO. ആൻജിയോ ബ്ലഡ് വെസൽ ആണ്. ബ്ലഡ് വെസൽ കണ്ടല്ലോ, ആൻജിയോ. സ്ക്രീനിലും കൂടി നോക്കിയൊക്കെ നിങ്ങൾക്ക് സ്പെല്ലിങ് ഇതാക്കാതിരിക്കാനായിട്ട്, തെറ്റിക്കാതെ. ആൻജിയോ ബ്ലഡ് വെസൽ, അതൊക്കെ നമുക്ക് സാധാരണ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. ആൻജിയോപ്ലാസ്റ്റി ആണ്. ആൻജിയോപ്ലാസ്റ്റി എന്നാ a procedure in which an occlusion is mechanically widened with a balloon. അതെ, ഒരു ബലൂൺ പോലെ, ഇങ്ങനെ ബലൂൺ പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ടേ നമ്മളുടെ ഈ ആൻജിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ഒക്കെ വരുന്നവർക്കാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവിടെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ദ്വാരങ്ങളോ ബ്ലോക്സോ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരു സാധനത്തിൽ കൂടി ഈ ഒരു ബലൂൺ പോലത്തെ ഒരു സാധനം എന്താ പറയാ അകത്തേക്ക് കയറ്റിയിട്ട് അത് പ്രസ് ചെയ്ത് എയർ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വീർപ്പിക്കുന്നു. അപ്പൊ അവിടുത്തെ ആ ബ്ലോക്കുകൾ മാറ്റി പാസേജ്, ആ പാത്ത് വേ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടാ. ഒക്ലൂഷൻ, ആൻജിയോപ്ലാസ്റ്റി ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരാം. ആൻജിയോപ്ലാസ്റ്റി അപ്പൊ തന്നെ അങ്ങോട്ട് ജസ്റ്റ് വേഗം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. അടുത്തത് ANTE, ANTE. അതിന്റെ മീനിങ് പ്രയോർ ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നൊക്കെയാണ്. ഫോർവേഡ്, അതിന് എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പോയി പറഞ്ഞുതരാം. അതൊരു എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രിഫിക്സ് ആയിരുന്നു. ആന്റിനേറ്റൽ ആണ് കേട്ടോ. ANTENATAL, ANTENATAL, ആന്റിനേറ്റൽ. അതെ, ആന്റിനേറ്റൽ തന്നെ ബിഫോർ ഓർ ഫോർവേഡ് തന്നെയാണ്. അതുപോലത്തെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ബിഫോർ ഓർ ഫോർവേഡ്, പ്രയർ ടു, ആന്റിം അത് തന്നെയാണ്. അപ്പൊ അത് രണ്ടും ഏകദേശം കോമൺ ആണ്. അതിന്റെ മീനിങ് അവിടെ പറയുന്നുണ്ട്. ഹാവിംഗ് ടു ഡു വിത്ത് ദ ടൈം ഇൻ ഫീമെയിൽ ഈസ് പ്രഗ്നന്റ് ബിഫോർ ബർത്ത് ഒക്കേഴ്സ്, ഓൾസോ കോൾഡ് പ്രീനേറ്റൽ. ആന്റിനേറ്റൽ. നേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ടൈം, ദാറ്റ് ഈസ് പ്രഗ്നൻസിക്ക്, അതുപോലെ തന്നെ ബിഫോർ ബർത്തും അതുപോലെ പ്രഗ്നന്റ് ആകുന്ന സമയത്തിനും ഇടയ്ക്കുള്ള എന്തോ ഒരു സമയമാണ്. ഹാവിംഗ് ടു ഡു വിത്ത് ദ ടൈം എ ഫീമെയിൽ ഈസ് പ്രഗ്നന്റ് ബിഫോർ ബർത്ത് ഒക്കേഴ്സ്,
ബർത്ത് ആകുന്ന കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടൈം പീരീഡ് ആണ് ആന്റിനൈറ്റൽ എന്ന് പറയുന്നത്. നെയ്റ്റൽ NICU നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതെന്ന് പറയുമ്പോൾ ബർത്തിന് ശേഷം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ICU, അതാണ്. അപ്പൊ നേച്ചൽ എന്ന വാക്ക് ഓർത്തിരിക്കുക. പ്രഗ്നൻസിയുടെ സമയത്ത് എന്നാൽ ബർത്തിന് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ ആന്റിനേറ്റൽ എന്ന് വിളിക്കുക. പിന്നെ എന്താ പറഞ്ഞ ANTI, അതും ഫോർവേഡ് ANTI ആണ്. എഴുതാൻ പറ്റണല്ലേ? വീട് കൂടി പോയില്ലല്ലോ. ഓക്കെ. നമുക്ക് അത്യാവശ്യം ഈ ഒരു പേജിൽ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് എഴുതാൻ നിന്ന് നമ്മുടെ സമയം പോകുന്നത് മാത്രമല്ല നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനും പറ്റില്ല. ഈ ഒരു പേജിൽ മാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് ജസ്റ്റ് ഇതാക്കാം. ഓക്കെ, ഇത് എഗെയിൻസ്റ്റ് ആണ്. എഗെയിൻസ്റ്റ് എന്ന് കണ്ടത് അഡ്വേഴ്സ് എന്നാണ്. D കൂടി കാണണം അവിടെ. അവേഴ്സ് എന്നാണ് എഴുതിച്ചത്, അത് തെറ്റാ വാക്കാണ്. അഡ്വേഴ്സ്. ആന്റി എവിടെയുണ്ട്? എഗെയിൻസ്റ്റ്, അതിനെതിരായിട്ടുള്ളത്. ആന്റി കോളിനർജിക് ഡ്രഗ്സ് ആണ്. ആന്റി കോളിനർജിക് ഡ്രഗ്സ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഡ്രഗ് ആണെന്ന് നമുക്ക് നോക്കാം. ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് അസെറ്റോക്ലൈൻ എന്ന് പറയുന്ന സംഭവം റിലീസ് ചെയ്യുന്ന ഒരു ഡ്രഗിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ആന്റിബയോട്ടിക് ഒക്കെ ആന്റിബയോട്ടിക് എന്ന് പറയുമ്പോ ബയോ മീൻസ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അതായത് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ ആന്റിബയോട്ടിക്. അതിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക്കും ഒരു ഡ്രഗ് തന്നെയാണല്ലോ അത്. പക്ഷെ ലൈഫ്, അത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീവജാലങ്ങൾക്കല്ലേ അത് വരുള്ളൂ, ഹ്യൂമൻ ബീയിങ് ആണല്ലോ അപ്പൊ ശരിക്കും വരാം. അപ്പൊ അതിന് കൊടുക്കുന്ന ഡ്രഗ് ആ ഒരു രോഗത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട്, പ്രതിരോധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക്. അതുകൊണ്ട് തന്നെയാണ് അത് ഈ ഒരു വാക്ക് തന്നെയാണ് അവിടെയും ചേർക്കുക, ലൈഫിലുമായി ബന്ധപ്പെട്ടതാണെങ്കിലും. അത് ഇന്നെ അതിന്റെ കൂടെ ചേരുന്ന റൂട്ട് വേർഡും കൂടിയും അനുസരിച്ചിരിക്കും ഓരോത് എന്തിനെ സംബന്ധിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അടുത്തത് ബയോ, BIO, ബയോ, BI പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് O കൊടുത്തിട്ടുണ്ട്. ബയോ, അത് റിലേറ്റിംഗ് ടു ലൈഫ് ആണ്, അല്ലെങ്കിൽ ബിലോങ്ങിങ് ടു ലൈഫ്. ബയോളജി ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. ബയോ, റിലേറ്റിംഗ് ടു ലൈഫ്, എക്സാമ്പിൾ ബയോളജി. പിന്നെന്താ, ഇത്രയൊക്കെ അതിനകത്ത് പഠിച്ചാൽ മതി നിങ്ങൾ. ബയോമെഡിസിൻ, ബയോളജി, ഇത്രയൊക്കെ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഒരു കുറച്ചെണ്ണത്തിന്റെ, അതായത് 1, 2, 3, 4, 5, 6, 7, 8 ഒക്കെ നമ്മൾ എഴുതിയിട്ടുള്ളൂ അല്ലെ. അത്ര മതി, അതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തത്, നേരത്തെ ഒരു പേജിലും നമ്മളത് കണ്ടല്ലോ, ബ്രാഡി. അടുത്ത പേജിൽ നോക്കിയേ, ഇതുപോലെ തന്നെ വീണ്ടും പ്രിഫിക്സ് തന്നെയാണ് കേട്ടോ. ബ്രാഡി, BRADY, അതിന്റെ മീനിങ് ഡൾ എന്നാണ്. ഡൾ മീൻസ് ഡൾ ആയിട്ടിരിക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അതുപോലെ CALC, കാൽക്ക്, സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. പിന്നെ കാർഡിയോ, ബിലോങ്ങിങ് ടു ഹേർട്ട് ആണ്, ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. സിഫൽ,
CEPHAL /O ഉണ്ട്, ബിലോങ്ങിങ് ടു ദ ഹെഡുമായി റിലേറ്റ് ചെയ്ത എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹെഡുമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കാൻ ഇവർ ഈ ഒരു എന്താ പറയാ പ്രിഫിക്സ് മുമ്പിൽ ചേർക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഓരോന്നിനും, അതുപോലെ കാർഡിയോ എന്ന് ചേർക്കണമെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഹാർട്ടിൽ ബിലോങ് ചെയ്യുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കാർഡി /O കൊടുത്തിട്ടായിരിക്കും അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ സ്റ്റാഫിലേക്കോ അല്ലെങ്കിൽ നഴ്സുമാരിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റാരെങ്ങളിലേക്കൊക്കെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഏതാണ് CER/CBR നോക്കാം, സോറി CER/EBR എന്ന് പറയും, ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സെറിബ്രം എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ അത് ഫുൾ ആയിട്ട് അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു CEREBR/O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അങ്ങനെയാണ് നമ്മൾ അവർ മനസ്സിലാക്കേണ്ടത്. പിന്നെ CERVI സെർവിക്, ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രീൻ കെർവിക്സ്, അതായത് അതും അതുപോലെ തന്നെ നെക്കിന്റെ അകത്ത് ഉള്ളതാണ്. അപ്പൊ അത്തരം ഒരു കെർവിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കെർവിക് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഒരു എന്താ പറയാ പ്രിഫിക്സ് ആയിട്ട്. പിന്നെ CHOLE കോൾ, ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗാൾ. ഗാളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മള് അല്ലെ, അത് ഇതുമായി റിലേറ്റഡ് ആണ്. നമുക്കൊന്ന് നോക്കാം. സാധാരണ നമ്മളുടെ ഇതില് കേട്ടേക്കുന്നതാണ് അതൊക്കെ. ഗാൾ ബ്ലാഡർ, ഗാൾ ബ്ലാഡർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് CHOLE, അതിന്റെ ഗാൾ ബ്ലാഡറിൽ ഒരു ഉപയോഗിക്കുന്ന മെഡിക്കൽ ടൈം അതൊന്ന് നോക്കാം. ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പഠിച്ചു തീരില്ല. ഈ യൂട്യൂബ് അല്ല സോറി ഗൂഗിളിനകത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ പാർട്സ്, ബോഡി പാർട്സിന്റെ ഫിസിക്കൽ അപ്പിയറൻസിന്റെ കളറിന്റെ ഒക്കെ അങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിച്ചാൽ ചിലപ്പോ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു എളുപ്പം മനസ്സിലാക്കി. ഇപ്പൊ നമ്മുടെ ബ്രാഡി ഇല്ലേ, ബ്രാഡിന്റെ മീനിങ് എന്ന് നമ്മൾ പറഞ്ഞത് സ്ലോ, ഡൾ, സ്ലോ എന്നും കൂടി മീനിങ് ഉണ്ട് കേട്ടോ അതിന്. സ്ലോ ഒന്ന് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കെ, SLOW സ്ലോ എന്നുണ്ട്. ബയോകാർഡിയ ബ്രാഡികാർഡിയ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഹാർട്ട് ബീറ്റ്സ് സ്ലോ. കണ്ടല്ലോ, അത് ഹാർട്ട് ബീറ്റ് കുറയുന്ന ഒരു അവസ്ഥയാണ്. ദാൻ ബീറ്റ് 50 ബീറ്റ്സ് പെർ മിനിറ്റ്. ഒരു മിനിറ്റില് സാധാരണയാണെങ്കിൽ നമുക്ക് എത്രയാണ് ബീറ്റ് ചെയ്യണ്ടേ ഹാർട്ട് സാധാരണഗതിയില് മിനിറ്റില്? അറിയാമോ? കേട്ടിട്ടില്ലേ? പൾസ് പിടിച്ചു നോക്കിയിട്ട് അറിയില്ലേ? നോർമലി എത്രയാണ് ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ്? 72. അതെന്താ പറയാൻ താമസിച്ചേ? ഞാൻ വിചാരിച്ചാ അതറിയാൻ പാടില്ലായിരുന്നു വിചാരിച്ചു. 72 ആണ്. അപ്പൊ അത് എന്ന് പറയുന്നത് ആണ് നോർമല്. ഇനിയില്ലേ ബിലോ, അതായത് സ്ലോവർ ദാൻ 50, 50-നേക്കാളൊക്കെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും ചിലപ്പോഴൊക്കെ. ചില സമയത്തിന്റെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യും അല്ലെ. നമ്മളിങ്ങനെ കിതക്കിയാവോ, ഇങ്ങനെ ഓട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇതാവൂലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണിക്കും. പക്ഷെ നോർമൽ സ്റ്റേജിൽ 72 എങ്കിലും വേണം എന്നാണ്. കുറച്ച് അധികം അതിന്റെ താഴെ പോകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുക കേട്ടാ. അപ്പൊ ഡള്ളാകുക എന്നാണ് പറയുക നമ്മൾ അതിനെ. ഡൾ അല്ലെങ്കിൽ സ്ലോ എന്നൊക്കെയാണ് ബ്രാഡി എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം. അത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം ഇതാണ്. ഏതാണ്? ബ്രാഡികാർഡിയ എന്നാണ്. ഒന്ന് എഴുതി വെച്ചേക്കാം, ബ്രാഡികാർഡിയ, BRADYCARDIA, ബ്രാഡികാർഡിയ. പറഞ്ഞത് ഏതായിരുന്നു? CHOLE, അത് കിട്ടിയില്ല. ഒരു രോഗം അതിന്റെ ഒന്ന് നമ്മൾ നോക്കി വെച്ചാല് കുറച്ചുകൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. CHOL മാത്രമാണെങ്കിൽ എന്തായിരിക്കും അറിയാം? CHOL മാത്രമാണെങ്കിൽ
അറിയാൻ പറ്റുമായിരിക്കും. CHOL ഈ വന്നപ്പോ മാറി, അറിയില്ല. നോക്കിട്ട് ഒരുമിച്ച് പറഞ്ഞതായിരിക്കും നല്ലത്. CHOL മാത്രമാണെങ്കിൽ കൊളസ്ട്രോൾ ആണ് കേട്ടാ. ഇല്ലല്ലോ നമുക്കിവിടെ ഈ പേജില് ഇല്ല. ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. അപ്പൊ സെർവിക്, പിന്നെ എന്താ പറയാ, CHONDR ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. ഇത് ഓരോന്നോരോന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേം അതാണ് നമുക്ക് നോക്കാം അതിനുശേഷം. പിന്നെ സെർക്കം, CIRCUM, ഓൺ ഓൾ സൈഡ്സ് അല്ലെങ്കിൽ അബൌട്ട് എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരിക. എല്ലാ വശങ്ങളിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും എന്നൊക്കെ പറയുമല്ലോ. കോൺട്ര എഗെയിൻസ്റ്റ് ആണ്, ഓപ്പോസിറ്റ് കോൺട്ര. പിന്നെ കോസ്റ്റ് ബിലോങ്ങിങ് ടു എ റിബ്, കോസ്റ്റ് / ഓണ്ട് നമ്മുടെ റിബുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എന്താണ്, സിയാനോ ബ്ലൂ, അത് കളറുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. SYST സിസ്റ്റ് ആണ്, റിലേറ്റിംഗ് ടു ബ്ലാഡർ ആണ്. ബ്ലാഡർ നമുക്കറിയാലോ, സിസ്റ്റ് ഉണ്ടാകുന്ന കേട്ടുണ്ട്. SYT ആണ് സൈറ്റോ, അതായത് റിലേറ്റിംഗ് ടു സെൽ ആണ്. DE എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഡൗൺ ഫ്രം, അതായത് താഴേക്ക് എന്നൊക്കെ. പിന്നെന്താ, ഡെർമാറ്റോ റിലേറ്റിംഗ് ടു സ്കിൻ. ആ ഡെർമാറ്റോ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിക്കാൻ പറ്റും കേട്ടോ. സ്കിന്നുമായി ഡെർമറ്റോളജി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട്. പിന്നെ ഡൈ, അതായത് 2 times ഡബിൾ, ഡയാ ത്രൂ, കംപ്ലീറ്റ്ലി എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. DYS ഡിസ് എന്താണ്, ടഫ്, ആഗനൈസിങ്, അബ്നോർമൽ, അബ്നോർമൽ ആയിട്ടുള്ളത്, ഭയങ്കര ടഫ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. അതാണ്. ECT എക്ട്, ഔട്ട് ഫ്രം എന്നാണ് മീനിങ്. ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി തന്നെ. അപ്പൊ ഒരു ഇലക്ട്രിസിറ്റി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നതിന് ഉണ്ടെങ്കിൽ ഇലക്ട്രോ എന്നേ പറയുള്ളൂ. ഇലക്ട്രോ സപ്ലൈ എന്നൊക്കെ പറയും ചിലപ്പോ. എൻഡ് കഴിഞ്ഞിട്ട് /O ആണ്, ഇൻസൈഡ് ഉള്ളില്. എന്റർ, ENTER റിലേറ്റിംഗ് ടു ദ ഇൻഡസ്റ്റൈൻ, നമ്മളുടെ ഉള്ളിലുള്ള, ഇത് നമ്മളുടെ കുടലുകളുമായി ബന്ധപ്പെട്ടതാണ്. EPI എപ്പി, അതായത് അപ്പോൺ, ഓൺ എന്നൊക്കെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എളുപ്പം നമുക്ക് മനസ്സിലാക്കി ഓർത്ത് വെക്കാൻ പറ്റുന്നത്, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോ ബ്രാഡി ഡാൾസ് ലോ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എഴുതി വെച്ചായിരുന്നോ നിങ്ങൾ ബ്രാഡി ഞാൻ പറഞ്ഞപ്പോ? എഴുതിയായിരുന്നു. ബ്രാഡി എഴുതി. പിന്നെ ഏതായിരുന്നു പിന്നെ വന്നത്? കാൽക്കാണ്. കാൽക്ക് എന്താണ്? സ്റ്റോണ്, ഹീല് വേണമെന്നില്ല. പിന്നെ വന്നത് കാർഡിയോ, ബിലോങ്ങിങ് ടു ഹാർട്ട് ആണ് അല്ലെ. കാർഡിയോ, അത് ഹാർട്ടാണ്. കാർഡിയോളജി ആണ് അതിന് മീനിങ് ആയിട്ട് വന്നേക്കണേ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാർഡിയോളജി ഞാനിവിടെ കാണിച്ചിരുന്നു. കാർഡിയോളജി കണ്ടോ, ഹാർട്ട്, ബിലോങ്ങിങ് ടു ഹാർട്ട്, കാർഡിയോളജി. അടുത്തത് ഏതായിരുന്നു? ഇനി വേണ്ടത് സെഫൽ, അത് എഴുതിക്കോ. CEPHAL, അത് ഹെഡ് ആണ്, റിലേറ്റിംഗ് ടു ഹെഡ് ആണ്. സെഫാലിക് ഫ്ലെക്സർ, അതാണ് അതിന്റെ മെഡിക്കൽ ടേം. സെഫാലിക്, CEPHALIC സെഫാലിക് ഫ്ലെക്സർ. നമുക്ക് നോക്കാം. The curve between the brain stem and forebrain, നമ്മുടെ ബ്രെയിനിന്റെ മുമ്പിലുള്ളതും അതുപോലെ തന്നെ ബ്രെയിനിന്റെ സ്റ്റെമ്മും തമ്മിലുള്ള ഒരു കർവിക്കൽ ഒരു സംഭവം. അതാണ് കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നേ, ആ വളഞ്ഞിരിക്കുന്ന ഭാഗം, അതിനെയാണ് ഇത് വിളിക്കുക. എന്ത് വിളിക്കാം? സെഫാലിക് ഫ്ലെക്സർ എന്നാണ് വിളിക്കുക കേട്ടാ. CEPHALIC. നോട്ട് ചെയ്തോ? ഓക്കെ. പിന്നെ വേണ്ടത് ടീച്ചർ കാർഡിയോ, അത് /O ആണോ, ബ്രാക്കറ്റ് അല്ലല്ലോ? അല്ല ബ്രാക്കറ്റ് അല്ല, എല്ലാം സ്ലാഷ് ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, കണ്ടോ, എല്ലായിടത്തും സ്ലാഷാ കാണിച്ചത്. അതാ ഞാൻ പറഞ്ഞ ആദ്യമേ തന്നെ. ആ ബ്രാക്കറ്റ് വന്നതൊക്കെ നമ്മളുടെ ഇവിടെ വന്ന മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ. അത് എല്ലാം സ്ലാഷ് ആണ് കേട്ടാ. പിന്നെ ഏതാ? കോസ്റ്റ്. ആ കോസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട്, കോസ്റ്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ, റിബുമായി ബന്ധപ്പെട്ടതാണ് മീനിങ്. അതിന്റെ റിബ് തന്നെയാണ് കോസ്റ്റിന്റെ.
കോസ്റ്റൽ കാർട്ടിലേജ് ആണ് കേട്ടാ. കോസ്റ്റൽ കാർട്ടിലേജ് എന്നാണ് ഇതിന് ഒരു ഇത് പറഞ്ഞേക്കുന്നത്. കോസ്റ്റൽ കാർട്ടിലേജ്. ഓരോ റിബിന്റെ എൻഡിലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ലൈൻ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. പിന്നെ ഡെർമാറ്റോ ഒന്ന് നോക്കിയേക്ക്. ഡെർമാറ്റ്/o സ്കിൻ. ഡെർമറ്റോളജിസ്റ്റിനെ സൂചിപ്പിക്കാനാണ് കേട്ടാ. ഡോക്ടർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഇൻ സ്കിൻ അല്ലെ, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ അതിന് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമ്പോ ഡെർമാറ്റ് o എന്നാണ് ഉപയോഗിക്കുക. പിന്നെ ECT പറഞ്ഞല്ലോ നമ്മൾ. ECT HO അല്ലെങ്കിൽ എന്താ പറയാ XO എന്നൊക്കെ പറഞ്ഞ ഔട്ട്സൈഡ്, അതുപോലെ തന്നെ ഔട്ടർ എന്നൊക്കെ മീനിങ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തങ്ങനെ. എക്സോക്രൈൻ ഗ്ലാൻഡ് ഗ്ലാൻഡ് ഹൂസ് secretions leave through a duct that opens directly or indirectly to the external environment. പുറത്തേക്ക് എന്തോ ഒരു എന്താ പറയാ ഓപ്പണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സെക്രഷൻസ് ഒക്കെ, വിസർജ്യങ്ങളൊക്കെ പുറത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഡയറക്റ്റ് ആകാൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് പുറത്തേക്കുള്ള എൻവയോൺമെന്റിലേക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ്. ക്രൈനും ഉണ്ട്, എൻഡോക്രൈനും ഉണ്ട് കേട്ടാ. എൻഡ് എന്ന് പറയുമ്പോ അവിടെ ഇൻസൈഡ് ആണ്, വിത്തിൻ, ഇന്നർ. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് സൂചിപ്പിക്കുന്നത് END/O ആണ്, അല്ലെങ്കിൽ ENT എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ENTRO എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അതൊക്കെ ഇന്നർ, വിത്തിൻ എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടാ. എപ്പി ഔട്ട്സൈഡ് ആണ്, അപ്പോൺ. എപ്പിഡർമിസ്. ഓക്കെ, ഇത്രയൊക്കെ നോട്ട് ചെയ്താൽ മതി. നമ്മള് ഫുള്ളായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോകും. എഴുതി മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് അല്ലാതെ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അത് 2 പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ നിങ്ങള്. 2 പേജ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പേജിലെ പ്രിഫിക്സും അതിന്റെ മീനിങ്ങും, രണ്ടാമത്തെ പ്രിഫിക്സും മീനിങ്ങും ഒന്ന് പഠിച്ചേ. പഠിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ അല്ലേ? നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? ഓക്കെ ടീച്ചർ. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഇല്ലില്ല. മറ്റേ ചാപ്റ്ററിൽ ബാക്കി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു ടീച്ചർ. ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതാം. ഇന്ന് കുറച്ച് അധികം പേര് വന്നില്ലല്ലോ. അന്ന് മൺഡേ ആയതുകൊണ്ടാണ്. മൺഡേ ആദ്യത്തെ ക്ലാസ്സിൽ അധികം ആളുകൾ ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ കാണുമല്ലോ ടീച്ചർ? കാണില്ലേ? കാണൂല. ഇന്ന് അവര് മണ്ടന്മാരായി തോന്നുന്നു എല്ലാവരും. അവര് അറിഞ്ഞില്ല ക്ലാസ്. നമ്മളും വറ്റിച്ചിരുന്നവരെ. അങ്ങനെ തന്നെ വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പറ്റണം നല്ലതായിരുന്നു എല്ലാവർക്കും. അതൊന്ന് ജസ്റ്റ് ഒരു വേറെ ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ്. സാറ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറുള്ളൂ. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ കയറേണ്ടി വന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് തോന്നി കഴിഞ്ഞ ആഴ്ച ആരോ പറഞ്ഞത് മൺഡേ രാവിലത്തെ ക്ലാസ്സിൽ രണ്ടുപേരുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ഇപ്പോഴത് ഓർത്തത്. അങ്ങനെ വരാൻ വഴി എന്റെ ക്ലാസ് വരുമ്പോ ഞാനിവിടെ ഒരു അഞ്ചു പേരെങ്കിലും കാണാറുണ്ട്. 6-7 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നെന്താണാവോന്ന് വിചാരിച്ചു. ഓക്കെ, പോട്ടെ. 5 ക്വസ്റ്റ്യൻ എഴുതിക്കോ. The language of medicine. The language of medicine. Language of medicine is originated from dash and dash. Language of medicine is originated from dash and dash. Next one. Dash is employed. Dash is employed as an international language. As an international language. Employed as an international language, which is essential to communicate with other medical workers. Next one.
Dash means a word which is attached to the beginning of a word. Attached to the beginning of a word. അടുത്തത്, give two examples. Give two examples in which prefixes are often used. Prefixes are often used. Prefixes are often used. Next one. Next one, hyperventilation. Hyperventilation is a condition in which we have dash of breathing. We have dash of breathing. Next one. What do you mean by suffix? What do you mean by suffix? Next one. What is arthro? What is arthro? A-R-T-H-R-O. Arthro. Next one. What is the suffix? What is the suffix used with arthro? Which is the suffix used with the word arthro? Next one. What do you mean by? Next question. What do you mean by arthritis? Arthritis. A-R-T-H-R-I-T-I-S. Arthritis. Next one. Pulmonary. P-U-L-M-O-N-A-R-Y. Pulmonary is a root word which means dash. Is a root word. Pulmonary is a root word which means dash. Next one.
which is the prefix used, which means oneself എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ ഇടുക. ONE oneself SELF oneself എന്ന മീനിങ് വരുന്ന പ്രിഫിക്സ് ഏതാണെന്നാണ് ചോദ്യം. അടുത്തത്, what is the prefix used? What is the prefix used which means belonging to an eyelid? Belonging to an eyelid. ഓക്കെ, തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുള്ളൂ. ഒന്ന് വേഗം ഒന്ന് ആൻസർ ഒന്ന് നോക്കിയേ. ഇതിന്റെ വായിച്ചു ഒന്ന് ആൻസർ ഒന്ന് വേഗം ഒന്ന് എഴുതാൻ നോക്കിയേ. കുറേ സമയം കിട്ടില്ലേ ആൻസർ ചെയ്യാനായിട്ട്? കിട്ടി ടീച്ചർ. ഓക്കെ, എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞ ടീച്ചർ. ഉഷാരയുടെ കഴിഞ്ഞോ എല്ലാ വേദി? ഒന്നും കിട്ടിയില്ല. ഏതാ കിട്ടാത്തെ? ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്. ബിലോങ്ങിങ് ടു ഐലിഡിന്റെ പ്രിഫിക്സ് ഏതാണ്? ബ്ലഫർ. രണ്ടാമത്തെ പേജിൽ ലാസ്റ്റ് കിടക്കണ്ടല്ലോ. ഓക്കെ എഴുതിക്കോ. അത് നോട്ട് എഴുതിയാണോ എടുക്കാറ് സാധാരണ? BLEPHAR കേട്ടാ, BLEPHAR. നേരത്തെ ഇപ്പൊ അവിടെ സ്ക്രീനിൽ നേരത്തെ കാണിച്ചപ്പോ എഴുതിയെടുത്തോ അതൊക്കെ ഞാൻ പറഞ്ഞപ്പോ അതിന്റെ മീനിങ് ഒക്കെ? പറഞ്ഞത് എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ. അത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും നമുക്ക് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതും അങ്ങനത്തെ ഒക്കെ മാത്രമേ പഠിച്ചാൽ മതി, അല്ലാത്തത് വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ബാക്കി ബൈ. ഓക്കെ, താങ്ക് യു ടീച്ചർ.